വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരളം. കൽപ്പറ്റയിലെ സമസ്ത കേന്ദ്രത്തിൽ ലോറികളിൽ എത്തുന്ന സാധനങ്ങൾ ഇറക്കി വെക്കാനും കിറ്റുകൾ തയ്യാറാക്കാനും മുന്നിൽ നിൽക്കുന്നത് ഒരു 14-കാരനാണ്. ക്യാമ്പുകൾ ആരംഭിച്ച ദിവസം മുതൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ഉപ്പയോടും അമീൻ ഷാ ഇവിടെയുണ്ട്. ഇതാണ് അമീൻ ഷാ എന്ന 14 വയസ്സുകാരൻ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ഒരുപാട് പ്രവർത്തകർ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു ബാലനാണ്. ഇന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി തിരിച്ചു വന്നിട്ട് ഈ രാത്രി 8 മണിക്കും ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണല്ലേ? അതെ, ഉപ്പച്ചി ഇങ്ങോട്ട് വരും. അപ്പം ഞാനും ഉപ്പച്ചീൻ്റെ ഒപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഓരോപ്പം അങ്ങനെ പ്രവർത്തിക്കാം. ഇതിപ്പോൾ എത്ര ദിവസമായി? ആദ്യ ദിവസം മുതലേ ഉണ്ടോ? ആദ്യ ദിവസം മുതലേ ഉണ്ട്. ആദ്യം ഉപ്പച്ചി വന്ന് അപ്പം അതിൻ്റെ കൂടെ വന്ന് പിന്നെ ഉപ്പച്ചീൻ്റെ ഒപ്പം തന്നെ അങ്ങനെ വരുത്താം. നമുക്ക് ഈ ചേട്ടന്മാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം മോൻ്റെ പ്രായത്തിലുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണം? കാരണം എന്ന് വെച്ചാൽ ഉപ്പച്ചി ഇങ്ങനെ ഓരോ പണിക്ക് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഉപ്പച്ചി ഇങ്ങനെ പോകണ പോലെ പോകണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ ഉപ്പച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും ചോദിച്ചു ഉപ്പച്ചി ഞാൻ വരട്ടെ. അങ്ങനെ ഉപ്പച്ചി എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്ന. നമ്മളിപ്പോൾ ഈ അറിയാത്ത, നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സഹായം ചെയ്യുന്നത്. ഒരു പുണ്യപ്രവൃത്തിയാണ് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് കാലമായിട്ട് ഉപ്പച്ചീൻ്റെ ഒപ്പം ഇങ്ങനെ വേറെ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ സഹായിക്കാനായിട്ടാണ് വരുന്നതെന്ന് ഒരിത് എനിക്കുണ്ട്. നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇത് അറിഞ്ഞിട്ട് എന്താ പറയുന്നത്? ടീച്ചർമാർ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ നല്ല പരിപാടിയാണ്, നല്ലതാണ്, പഠിക്കുകയൊക്കെ വേണം, എന്തിൻ്റെ ഒപ്പം പോവും വേണം, പഠിക്കുകയും വേണം എന്നൊക്കെ ടീച്ചർമാർ പറയുന്നത്. ഇപ്പോൾ മോൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോട് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ഓരോ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓരോരുത്തർക്ക് നല്ല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഓരോരുത്തരൊപ്പം പോയും ഓരോ ഇങ്ങനെ തന്നെ വലുതായിട്ട് വളരണം, അത്ര പറയണം. ഇപ്പോൾ അമീൻ ഷായെ പോലുള്ള കുട്ടികൾ നമുക്ക് വളരെ മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളാണല്ലേ? അതെ, നമ്മൾ 2019 പ്രളയത്തിലും അന്ന് മുതൽ നമ്മളൊപ്പം ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലായാലും എവിടെ ആയാലും എന്ത് പരിപാടിയാണ്, ഇനിയിപ്പോൾ നമ്മളെ പള്ളിയിലെ പരിപാടിയായാലും മദ്രസയിലെ പരിപാടിയായാലും ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അമീനും ഉണ്ട്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്യണോ അത് അവനും എടുക്കും. അത് എടുക്കാൻ കഴിയൂല എന്നൊന്നുമില്ല. നമ്മളൊരു വലിയൊരു കല്ലെടുക്കണ ആ കല്ലോ എടുത്തു നോക്കും. നമ്മൾ പൊന്തിയോ പൊന്തിയില്ലെന്നല്ല, പക്ഷെ അത്രയും ഇതാണ്. അപ്പോൾ നമ്മൾ എവിടെ ഉണ്ടോ അവിടെ അമീനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ അന്ന് മുതലേ അമീനും ഉണ്ട്. ഉപ്പാക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ? ഉപ്പച്ചി ഇന്നങ്ങനെ കൂട്ടിയിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ കാര്യം അറിഞ്ഞപ്പോൾ ഉപ്പച്ചിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടും കേരളം അതിജീവിക്കുമെന്നാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. കേരളം ഇതിനെയും അതിജീവിക്കും. അതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ് അമീനെ പോലുള്ള കുരുന്നുകളുടെ ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റ് റിൻറ്റു വി എമ്മിനോടൊപ്പം റിപ്പോർട്ടർ സൂര്യ സുജി, ന്യൂസ് മലയാളം, വയനാട്.